പുറത്തോട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ദ്രിയാണി വരാണ്യ ഇങ്ങനെ പുറത്തോട്ടിരിക്കും അല്ലേ? അതിനെ അകത്തോട്ടെടുക്കണം. എങ്കിലാണ് ജ്ഞാനചക്ഷുസ് ഉണ്ടാവുന്നത്. അന്നേരം ഈ ക്ഷേത്രജ്ഞ വിഭാഗ യോഗം മനസ്സിലാക്കിയിട്ട് ഇത് തമ്മിലുള്ള ബന്ധം, നേരത്തെ പറഞ്ഞ നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദാ, അതുമായിട്ട് കൂട്ടിവെച്ച് ജ്ഞാനചക്ഷുസ് കൊണ്ട് നമ്മൾ ഈ സത്വം ഭാവവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കണം. ഈ കാണുന്ന ക്ഷേത്രം ഭാവമാണ്, സത്താണ് ക്ഷേത്രജ്ഞൻ. സത്തേ ഉള്ളൂ. ഇതെങ്ങനെ ഇരിക്കുന്നു? സ്വർണ്ണവള രണ്ടാണോ? സ്വർണ്ണവളയെന്ന് നമ്മൾ പറയുമ്പം രണ്ടസാധനമാണോ? വളയല്ലേ സ്വർണ്ണമായിട്ടിരിക്കുന്നത്. പക്ഷേ സ്വർണ്ണമെന്ന് മാത്രം പറയാൻ പറ്റുമോ? വളയെന്നും കൂടെ പറയണം. പക്ഷെ രണ്ടും ഒന്നാ. അവിടെയാണ് അദ്വൈതം. അന്നേരം ഈ പറഞ്ഞ ക്ഷേത്രജ്ഞനും ക്ഷേത്രവും സ്വർണ്ണ വള, ക്ഷേത്രജ്ഞൻ സ്വർണം, വള ക്ഷേത്രം, രണ്ട് ചേർന്നിരിക്കുന്ന അവസ്ഥ നമുക്ക് ഉണ്ട്. പക്ഷേ ഈ സ്വർണ്ണ വളയെന്ന് നമ്മൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ സ്വർണ്ണമല്ലേ ഉള്ളവിടെ. വളയം നമ്മൾ വെറുതെ പറയുക. ക്ഷേത്ര ആരോപിതം, വള സ്വർണത്തിന് ആരോപിതം. അതുപോലെ ഈ ജഡമായ പ്രപഞ്ചം ഈ ബോധത്തിൽ ആരോപിതം. ഇതാണ് ആവർത്തിച്ച് സർവവേദാന്ത ഡിണ്ടിമ. ഈ ക്ഷേത്രജ്ഞ വിഭാഗ യോഗം തന്നെയാണ് എല്ലാ വേദങ്ങളും എന്ന് പറയുന്നത്. സർവവേദാന്ത ഡിണ്ടിമ പെരുമ്പറയടിച്ച് പറയുന്നത് ഈ ഒരു അദ്വൈതമാണ്. രണ്ടും തമ്മിൽ ചേർന്നിരിക്കും. ശ്രീനാരായണഗുരു പറഞ്ഞതാണ്, ഉലകവുമുള്ളതുമായി കലർന്നിരിക്കും നില വലുതായൊരു ദീതി കേടിതത്രേ, അറുതീടാനരുതാതെ അവാഗ്മനോഗോചരം ഇതിലെങ്ങ് ചരിച്ചിടും പ്രമാണം. ഇത് പ്രമാണങ്ങൾ വെച്ച് അറിയാൻ പറ്റില്ല. ഇതിന് ജ്ഞാനചക്ഷുസ് തന്നെ വേണം. ഇത് തമ്മിലുള്ള ആ ഒരു ബന്ധം മനസ്സിലാക്കി ആ ക്ഷേത്രജ്ഞ ഭാവം പരമാത്മഭാവത്തിലേക്ക് ഉയരണമെങ്കിൽ അതാണ് ക്ഷേത്രജ്ഞയോരേവമന്തരം ജ്ഞാനചക്ഷുഷ ഭൂതപ്രകൃതി മോക്ഷം ച. അങ്ങനെ ആയ എന്ത് ചെയ്യും? ഭൂതം ജീവികൾക്ക് ഈ പ്രകൃതിയിൽ നിന്ന് മോക്ഷം. നമ്മളെല്ലാം ഈ പ്രകൃതി പെട്ടുകിടക്കുക ക്ഷേത്രത്തിൽ. അതിൻ്റെ മോക്ഷമൊക്കെയാണ് ഈ വിഭാഗം ശരിക്ക് മനസ്സിലാക്കിയാൽ. അങ്ങനെ ഏവിധോ ആരാണോ അത് മനസ്സിലാക്കുന്നത്, എന്താണ് യാന്തി ദേ പരം യാന്തി, ആ പരമാത്മഭാവത്തിലേക്ക് അവർ പോകുന്നു എന്ന് പറഞ്ഞ് ഈ ക്ഷേത്രജ്ഞ വിഭാഗ യോഗം ഇവിടെ അവസാനിക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതിൻ്റെ ഒരു ഭാഗമാണല്ലോ. എന്തെങ്കിലും പറഞ്ഞത് പിടികിട്ടാതെ വന്നെങ്കിലോ അല്ലെങ്കിൽ കൂടുതൽ പിടികിട്ടിയെങ്കിലോ ഒക്കെ ചോദിക്കുക. അല്ലെങ്കിൽ ഒന്നുമില്ല. എല്ലാവർക്കും നല്ലപോലെ മനസ്സിലായില്ലേ? എല്ലാവരും വായിച്ച് പഠിക്കുക. ഗീതാ പഠനം ഇതിൻ്റെ ഒരു ഭാഗമായിട്ടിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാ അധ്യായത്തിലും പറയുന്ന ഇത് തന്നെയാണ്. വേറെ ഒന്നുകൂടെ പറയാനില്ല. ഏകനാനാസ്തി കിഞ്ചന. ഇവിടെ വേറെ ഒന്നുമില്ല, ഒന്നു മാത്രം. അതിൻ്റെ ബഹുസ്ഫുരണങ്ങളാണ് ഈ കാണുന്ന എല്ലാ ജഡദൃശ്യങ്ങളും. അതേ ഉള്ളൂ നമുക്ക് മനസ്സിലാക്കാൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കാം. കയേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതൈ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി.